ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കടലിൻ്റെ കാഴ്ചകൾ ഫുൾ ടൈം കണ്ടുകൊണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് ഹോം സ്റ്റേ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ കേട്ടോ. ഫ്രിഡ്ജുണ്ട്. അപ്പം നമ്മൾ റൂം കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? കിടിലം വ്യൂ അല്ലേ? ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ വ്യൂ ആണ്. റേറ്റ് ഞാൻ പറയാമേ. നേരെ നമുക്ക് കടൽ കാണാം. ഇടവ ബീച്ചിൻ്റെ തൊട്ടടുത്താണ് ഇത് ബീച്ചല്ല, നമുക്ക് കടൽ കാണാമെന്നേ ഉള്ളൂ. നമുക്ക് സൈഡിൽ കൂടെയൊക്കെ നടക്കാം. ഡീറ്റെയിലായിട്ട് നമുക്ക് പിന്നെ പോയി കാണാം. പിന്നെ അകത്തൊരു അലമാരയുണ്ട്. പിന്നെ ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും ഒരു കെറ്റിലും ടീ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മിനറൽ വാട്ടറാണിത്. നമുക്ക് താഴെ പോയി റീഫിൽ ചെയ്യാമേ. പിന്നെ ഒരു ചെറിയ അലമാരയുണ്ട്. വാഷ്റൂം നോക്കാം. കുഴപ്പമില്ല, 1 സെക്കൻഡ് ഒന്നല്ല, നോർമൽ വാഷ്റൂം. അവിടെയാണ് നമ്മുടെ മുറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റേഴ്സ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റൂഫ് ടോപ്പിൽ വരാം കേട്ടോ, ടെറസിൽ. അടിപൊളി. കടലിൻ്റെ നല്ല ബഹളം കേൾക്കാം ഇവിടെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആക്ച്വലി ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഹോം സ്റ്റേസ് ഒക്കെ കേട്ടോ. ഇവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. പിന്നെ ഇതോ അതും ഉണ്ടോ അങ്ങോട്ട്. അവിടെയൊക്കെ ഹോം സ്റ്റേസാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഈ നേരെ സീ വ്യൂ കിട്ടുന്ന ടൈപ്പുള്ള ഹോം സ്റ്റേസാണ്. അവിടെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടുതലും അങ്ങനെയാണ്, ഹോം സ്റ്റേസാണ്. വീടുകളും ഉണ്ട്, പക്ഷേ ഇതങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇപ്പോൾ വലിയ വലിയ റിസോർട്ടുകളുള്ള ഏരിയ അല്ല, ഇതേപോലെ ചെറിയ ചെറിയ ഹോം സ്റ്റേസ് ഒക്കെ ഉള്ള ഏരിയ ആണ് കേട്ടോ. നല്ല കാഴ്ചകളല്ലേ ഇതോ. അങ്ങോട്ടേക്കൊക്കെ നല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോകാം കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം വണ്ടികൾ പോകത്തില്ല കേട്ടോ. അതേ അവിടെ ഒരു ചെറിയ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന കേട്ടോ, ചെറിയൊരു വള്ളം. പക്ഷെ മോട്ടോർ ബോട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട് അവിടെ. അതിങ്ങനെ ഇടയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ താന്ന് പോകും, കാരണം തീരെ അത്രയ്ക്കുണ്ടേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ താന്നിങ്ങനെയാണ് പോകുന്നത്. ആ ഭാഗത്താണ് സൺസെറ്റ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്നാണ് സൺസെറ്റ് കാണാം ഡയറക്റ്റ്. അതാണ് നമ്മുടെ സ്റ്റേ കേട്ടോ. ആ മുകളിലത്തെ നിലയിൽ ഇപ്പുറത്തും അതേപോലെ തന്നെ വ്യൂ ഉള്ള ഒരു റൂമാണ്. പിന്നെ താഴെയും റൂമുണ്ട്. താഴത്തെ റൂമിൽ നിന്ന് വലിയ വ്യൂ ഒന്നുമില്ല, ജസ്റ്റ് ജനൽ തുറന്ന ചെറുതായിട്ട് കടൽ കാണാനേ ഉള്ളൂ. പക്ഷേ മുകളിലാണ് നല്ല വ്യൂ. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ പോയിരിക്കാം കേട്ടോ. റൂഫ് ടോപ്പിൽ പോയിരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ തൊട്ട് മുമ്പിൽ കടലാട്ടോ. അടിപൊളി. നമ്മളിതേ ബൈക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ സൺസെറ്റ്, അടിപൊളി ആംബിയൻസ് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ചില ചെറിയ ചെറിയ ഹോം സ്റ്റേസിലോ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല കിടില ആംബിയൻസ് കിട്ടും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു ലക്ഷറി റിസോർട്ടിൽ പോകുന്നതിനെക്കാട്ടും നമുക്ക് ലക്ഷറി റിസോർട്ടിൽ വേറെ സൗകര്യങ്ങളൊക്കെയാണ്, പക്ഷേ അതിനെക്കാട്ടും നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ മനസ്സിന് സംതൃപ്തി തരുന്ന നല്ല ആംബിയൻസ്, ഒരു വെറൈറ്റി ആംബിയൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഹോം സ്റ്റേസിലൊക്കെ പോയി സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതേ സമയം വൈകിട്ടൊരു 6:15. നമ്മൾ ജസ്റ്റ് വൈകിട്ടൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ സൺസെറ്റ് അടിപൊളിയല്ലേ, നല്ല ആംബിയൻസ്. സമയം വൈകിട്ട് ഒരു 7 മണി. നമ്മൾ ജസ്റ്റ് വൈകിട്ട് റൂഫ് ടോപ്പിൽ വന്നിരിക്കുക കേട്ടോ, ടെറസിൽ. അപ്പുറത്ത് അടിപൊളി ലൈറ്റൊക്കെ കാണാം. സൺസെറ്റൊക്കെ കഴിഞ്ഞു. പക്ഷെ കടൽ അത്യാവശ്യം ക്ലിയറായിട്ട് കാണാം. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അത് അവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്യാം. സമയം രാവിലെ 6:15. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. ഇത് അവിടെയൊക്കെ മീൻ പിടിക്കുന്ന വള്ളങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അത് നങ്കൂരോട്ട് കിടക്കാമെന്നത്. അവിടെ നിന്ന് അവിടെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിരാവിലെയൊക്കെ ഇങ്ങനെ അവർ വന്ന് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല കാഴ്ചകൾ. ചെറിയൊരു മൂടലുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങൊക്കെ
ബോട്ട് കിടപ്പുണ്ട്, ക്ലിയറായിട്ട് കാണാമായിരുന്നു. നല്ലൊരു ആംബിയൻസ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഹിൽട്ടൺ ഹിൽ ഹോം സ്റ്റേ വർക്കല, ഈ ഒരു ചെറിയ ഹോം സ്റ്റേയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ റൂഫ് ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ തൊട്ട് മുമ്പിൽ വിശാലമായ കടലാണ് കേട്ടോ, നല്ല അടുത്തായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കായ റേറ്റ് എന്ന് പറഞ്ഞാൽ 3000 രൂപയാണ് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നേരെ നമുക്ക് നല്ലൊരു കിടിലൻ, വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ സീ വ്യൂ കിട്ടും. അതും നല്ല വാസ്റ്റ്, നല്ല ദൂരത്തേക്ക് ഇങ്ങനെ കടലാണ് കേട്ടോ. അങ്ങ് ദൂരെ നമുക്കിങ്ങനെ എന്താ പറയുക, നോക്കെത്താ ദൂരത്തോളം കടൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമുക്ക് കടലും കണ്ടിരിക്കാം. നമുക്ക് നമ്മളെടുത്ത റൂമിലും ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിൽ നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് റൂഫ് ടോപ്പിലും വന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. രണ്ടിടത്തും സെയിം ഇത് തന്നെ, ബാൽക്കണി ചെറുതാണ്. ഇപ്പോൾ ഇവിടെയാകുമ്പോൾ നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ ഇവിടെ വന്നിരുന്നാണ് നമുക്ക് ഫുഡ് ഒക്കെ വാങ്ങിച്ചാലിരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടേബിളും ചെയർസും ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഫുഡ് ഇല്ല, ജസ്റ്റ് 3000 റുപ്പീസിന് ജസ്റ്റ് സ്റ്റേ മാത്രമേ ഉള്ളൂ. ഇവിടെ കിച്ചണോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ അത് ചിലർക്കൊരു നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ എനിക്കൊന്നും ജസ്റ്റ് സ്റ്റേ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത്. എനിക്കൊരു വേറൊരു നെഗറ്റീവായിട്ട് എനിക്ക് എടുത്ത് പറയാനായിട്ട് തോന്നിയത്, കാറുകൾ വരുമെന്നുള്ള ഡൗട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 വീലറിലാണ് വന്നത്. കാർ അതായത് ഇതിൻ്റെ മുമ്പിലേക്ക് വരത്തില്ല, വേറെ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് ഈ വഴിയിലേക്ക് വരുന്നത്. മാത്രമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വേറെ അപ്പുറത്തേക്ക് കാറുകളൊന്നും പോകുന്ന കണ്ടില്ല. അവിടെയൊന്നും കാറൊന്നും പാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു 2 വീലറുകൾ മാത്രമേ, പിന്നെ ഓട്ടോയൊക്കെ വരും, അത്രേ ഉള്ളൂ. ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് കണ്ടായിരുന്നു, കാറുകളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. എനിക്കൊന്നും ഒരു കാർ പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ബൈക്കൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇവിടെ നിന്ന് നടന്ന് കുറേ ദൂരം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നടക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നടന്ന് നമ്മൾ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഓടയം ബീച്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്താൻ പറ്റും. നമ്മളങ്ങനെ പോയില്ല, പക്ഷേ ബൈക്ക് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഇടയ്ക്ക് മോശമായി പോകും വഴിയൊക്കെ, അതേപോലെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2 വീലർ കൊണ്ട് അങ്ങ് നേരെ പോകാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് നടന്ന് പോവാം. നമ്മൾ മാപ്പ് നോക്കിയാലും അങ്ങനെ നടന്നു പോകാനുള്ള ഇത് കാണിക്കും. നേരെ പോയി കഴിഞ്ഞാൽ ഓടയം ബീച്ചിലെത്തും. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു മിഡിൽ പാർട്ടാണ്. അതായത് ഒരു സൈഡിലേക്ക് പോയാൽ നമുക്ക് എടവ ബീച്ചിലെത്തും, തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ ഓടയം ബീച്ചിലെത്തും. ഓടയം ബീച്ചിൽ നിന്ന് നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലറായിട്ടുള്ള നോർത്ത് ക്ലിഫിലെത്തും. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അതായത് കടലും കണ്ടുകൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് സ്റ്റേ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വിളിച്ച് ചോദിക്കുക. മേ ബി ഈ സീസൺ ആയി കഴിയുമ്പോൾ ഒരു 500 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യും. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഹിൽട്ടൺ ഹിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ.